ഹലോ, ഇതേ മുരളി. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന ആകാശ് ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. പുള്ളിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണത്. ഇതേ മുരളിയിൽ മെയിൻ ക്യാരക്ടർ പറഞ്ഞ അഥർവ മുരളിയാണ്. പുള്ളിയുടെ അച്ഛൻ ചെയ്ത ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളി ഇതിലും ചെയ്യണത്. ഇതേ മുരളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഫ്രേസ് തന്നെ ഉണ്ട്. ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഒരു നാണം കുടുങ്ങി, അല്ലെങ്കിൽ എന്തോ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് ഇതേ മുരളി എന്ന്. അപ്പോൾ ഇതിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അഥർവ മുരളിയുടെ ക്യാരക്ടറും അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ജീവിതത്തിലെ 3 സ്റ്റേജായിട്ടാണ് കാണിക്കുന്നത്. പുള്ളി ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ടീച്ചറോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി +2 പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞ് പുള്ളി ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ ഒരു +2 ഇതിലൊക്കെ വന്നപ്പോൾ, അല്ല +2 അല്ല, പുള്ളി ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വേറൊരു പെൺകുട്ടിയുടെ, അങ്ങനെ പുള്ളിയുടെ നമ്മളിപ്പോൾ പ്രേമം സിനിമയിലൊക്കെ കാണുന്ന മാതിരി പുള്ളിയുടെ പല സ്റ്റേജിലുള്ള പ്രേമങ്ങളാണ് നമ്മളിതിൽ കാണുന്നത്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പ്രേമങ്ങളൊന്നും ഈ പുള്ളിക്ക് ആരോടും തുറന്ന് പറയാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പുള്ളി വളരെ ചെറുതായിരിക്കുമ്പോൾ ഒരു 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ പുള്ളിക്ക് ടീച്ചറോടായിരുന്നു ക്രഷ്. അത് കഴിഞ്ഞ് ഒരു +2 ഒക്കെ ആയപ്പോൾ പിന്നെ വേറൊരു അവിടെയുള്ള ഒരു പെൺകൊച്ചിനോടായി. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇയാൾക്ക് ഇതിനോട് പോയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങലാണ് ഇങ്ങനെ പറയാനായിട്ട്. പക്ഷെ ഒരിക്കലും ഇയാൾക്കിത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്താൽ ഇയാൾക്ക് ഇഷ്ടപ്പെടുന്ന ആ പെൺകൊച്ചിനോട് ഇയാൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ ഈ സ്കൂളിലായാലും ഇവിടെ ആയാലും കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഉമ്മ വെച്ചാൽ ഗർഭം ധരിക്കും. അങ്ങനെ ടീച്ചർ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കുറേ ക്രിഞ്ച് സീനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ +2 പഠിക്കുമ്പോൾ ഒരു പെൺകൊച്ചിന് ഇഷ്ടമായിരുന്നു. നോക്കുമ്പോൾ അവള് ബർത്ത്ഡേക്ക് ക്ഷണിക്കും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കാണാൻ അവളെ ഇരട്ടകളാണ്. അപ്പോൾ ഇയാളാകെ വിഷമത്തിലായി. ഇതിലാരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാത്ത ഒരു പ്രശ്നത്തിൽ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടീനെ പരിചയപ്പെടുന്നത്. അവളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി, ഭയങ്കര സന്തോഷത്തിൽ, ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഇതുമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം. ഇത് 90s കിഡ്സാണ്. അപ്പോൾ എങ്ങനെ ആയാലും ഇപ്പോൾ ഈ ഒരു 90സിലൊക്കെ ജനിച്ച പിള്ളേർക്ക് ഒരു 2016, 15 ഒക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ആയാലും ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാവില്ലേ. ഇവള് പിന്നെ പോയ പോക്കായി. ഇവളെ പറ്റി പിന്നെ ഒരു വിവരമില്ല. അപ്പം ഇവള് പോണ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കുറേ ആ ഒരു സീനൊക്കെ ഉണ്ട്. നമ്മൾ പോലും പറഞ്ഞു പറ അങ്ങനെ നമ്മൾ പോലും പറയുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇവള് ട്രെയിൻ കയറാൻ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ ഇവളുടെ മുമ്പിൽ ഇങ്ങനെ വെറുതെ നിൽക്കുന്നല്ലാതെ ഇങ്ങനെ കാര്യം പറയുന്നില്ല. ഇവളാണെങ്കിലും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ മോഹൻലാൽ സിനിമയിൽ ഏതാണ് ആ ഒരു മോഹൻലാലും ശോഭനയും കൂടെയുള്ള സിനിമയിൽ പറയില്ലേ, വേഗം പറഞ്ഞോ, മറന്നു പോണതിന് മുമ്പ് വേഗം പറഞ്ഞോ എന്ന് പറയില്ലേ, ആ ഒരു സിനിമ. അതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന്. പക്ഷേ എന്ത് ചെയ്താൽ ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവളുടെ പാടും നോക്കിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ ആകെ വിഷമമാവണം. ഇത്രയും നല്ലൊരു പെൺകുട്ടി ഇത്രയും നല്ല ഇതിൽ നിന്നിട്ട് പോലും ഒരു കാര്യം ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്തു പറയാനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇയാളെന്നാൽ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ. പഴയ കാമുകിമാരൊക്കെ ഇയാൾ പിന്നെയും കാമുകിമാരെന്ന് പറയാൻ പറ്റില്ല, അവരറിയണില്ലല്ലോ, പിന്നെയും കണ്ടുമുട്ടുമ്പോൾ നമ്മളവർക്ക് ഇതിന് എവിടെ കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫഹദിൻ്റെ ക്യാരക്ടറിനോട് സ്റ്റോറി പറയുന്നതായിട്ടാണ്. അപ്പോൾ ഫഹദ് തന്നെ പറയുന്നുണ്ട്, വയ്യ, ഇനിയും കേൾക്കാൻ വയ്യ, ശക്തിയില്ല, അങ്ങനെയൊക്കെ പറയണ്ട. അത് തന്നെയാണ് നമ്മളുടെ അവസ്ഥ. അത് കഴിഞ്ഞപ്പോൾ പഴയ കാമുകിനെ പിന്നെയും കണ്ടുമുട്ടുമ്പോൾ അവള് പറയണത്, എനിക്ക് അങ്ങയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും ഇങ്ങനെ മനസ്സിൽ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയിട്ട് തുലച്ച് കളഞ്ഞില്ലെന്ന് നമ്മൾ പോലും വിചാരിച്ചു പോകുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിൻ്റെ ഇടയിലുള്ള ബഹളങ്ങളും അതിൻ്റെ ഇടയിൽ പിന്നെയും അപ്പം അവൾ പിന്നെ പോയല്ലോ. അവളെ കല്യാണവും കഴിഞ്ഞ് അവൾക്ക് പിള്ളേരുമായി. പിന്നെ വേറൊരു +2ൻ്റെ കാലത്തെ കാമുകിനാണ് പിന്നെ കണ്ടുമുട്ടുന്നത്. പിന്നെ അതുമായിട്ടുള്ള ട്വിസ്റ്റും ടേണും എല്ലാം ആയിട്ട് നമ്മളിത് എവിടെ കൊണ്ടുപോയി ഇത് അവസാനിപ്പിക്കണം. അവസാനം ഇത് കൊണ്ടുപോയി അവസാനിപ്പിച്ചതാണെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണമായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇത് ശുഭപര്യാവസായിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവളുടെ ജീവിതം, അപ്പോൾ ഫഹദിൻ്റെ ക്യാരക്ടർ അവളോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അവന് കല്യാണം കഴിക്കാൻ പ്രേമം പറയാൻ തന്നെ അവന് വർഷങ്ങളാണ്. അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നോട് അവൻ എങ്ങനെയായിരിക്കും, ഒരു കണക്കിന് അവൻ നിൻ്റെ തലേന്ന് പോയത് നന്നായി എന്ന് ഫഹദിൻ്റെ ക്യാരക്ടർ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ചിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം. ഒരു കൊച്ചിൻ്റെ ജീവിതം തകർത്തിട്ടാണ് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ കുറേ ട്വിസ്റ്റും ടേണും ഒക്കെ ആയിട്ട് നമുക്ക് തന്നെ മനസ്സിന്
നമ്മളെ തന്നെ ഇതെന്താണ് ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ള ഒരു തോന്നൽ വരുത്തുന്ന ഒരു സിനിമ. അഥർവ മുരളി ആ ഒരു ക്യാരക്ടർ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മാളവിക മോഹൻ, പ്രീതി മുകുന്ദൻ എന്നാണ് തോന്നുന്നത്, പ്രീതി മുകുന്ദൻ, പിന്നെ കയാതു ലോഹറൊക്കെ ഉണ്ട്. പ്രീതി മുകുന്ദൻ എല്ലാവരും കാണാൻ നല്ല രസമുണ്ട്, പെൺപിള്ളേരൊക്കെ. പ്രീതി മുകുന്ദനൊക്കെ നല്ല രസമായിട്ട്, എനിക്ക് പ്രീതി മുകുന്ദനെ നമ്മൾ കണ്ടത് ഇതിലാണല്ലോ, സർവമായയിലാണല്ലോ. പക്ഷേ അതുപോലെയൊന്നുമല്ല, ഇതിലൊക്കെ നല്ല സ്മാർട്ടായിട്ട് നല്ല രസമായിട്ട് തന്നെ പ്രീതി മുകുന്ദനൊക്കെ ആ ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. കയാതു ലോഹർ ആയാലും. പിന്നെ ഉള്ളത് നമ്മളുടെ മാളവിക മോഹനുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു ടീച്ചറായിട്ട് ഒരു ലേഡി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വല്ലാതെ വലിഞ്ഞ് കാണുന്ന ഒരു സിനിമയാണ് ഇതേ മുരളി. ഫഹദിന് ഒരു ക്യാമിയ റോളാണ്. ഫഹദ് എങ്ങനെ ഈ സിനിമയിൽ വന്നെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പിന്നെ ഇതിൽ കുറേ നല്ല വിഷ്വൽസൊക്കെ ഉണ്ട്, നല്ല ഗംഭീരമായിട്ടുള്ള കുറേ വിഷ്വൽസും പാട്ട് സീനും, അങ്ങനെ കുറേ എൻജോയ്മെൻ്റൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.